ഒരുപാട് പേര് പറയാറുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേക്കും തമ്മിൽ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കുഴഞ്ഞു പോകുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഇതിൽ നമുക്ക് ഇഞ്ചി തെരുതിരയായി അരിഞ്ഞ് ഇട്ടത്, അതേപോലെ ക്യാരറ്റ്, ഒരു പകുതി ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സവോള, ഒരു പച്ചമുളക്, ഇത്രയാണ് ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ 1/4 ഭാഗത്തോളം റവയാണ് എടുക്കുന്നത്. ഇനി റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെറുകെ ഒന്ന് വറുത്തെടുക്കണം റവയുടെ മണം ഒന്ന് നല്ലതുപോലെ മാറി വരുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അത് ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞ് കറുത്ത പോലെ ആയിപ്പോകും റവ. ഒരുപാട് ചുവന്ന കളറിലോട്ട് വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഞാനിവിടെ ചെയ്യുന്നത് ഒരു മണം മാറി വരുമ്പോഴേക്കും തന്നെ അത് ഓഫ് ചെയ്തിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളത് അതിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അടിയിൽ ഭാഗത്തെ ചൂട് കൊണ്ട് അങ്ങ് കരിയാനായിട്ടാണ് ചാൻസ് വരുന്നത്. നമ്മളൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ നമ്മൾ വറ്റൽമുളകും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അത് ചുവന്ന് വരുന്നിടം വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഉഴുന്ന് പരിപ്പ് ചുവന്ന് വരുന്നിടം വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഉഴുന്ന് പരിപ്പിൻ്റെ കളർ മാറി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അത് ചെറുകി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നമ്മൾ മറ്റേ മുട്ടക്കറിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന കണക്ക് അത്രയും കളർ ചേഞ്ച് ഒന്നും വേണ്ട. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എടുത്ത ആ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിന് 1/4 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം മാത്രം തന്നെ വെക്കുക. പിന്നീട് നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം കയ്യിൽ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് കുടഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതെല്ലാം കൂടെ കുഴഞ്ഞ് കട്ടയായിട്ട് ഫോം ചെയ്ത് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതേപോലെ ഞാൻ ഇതിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് കുറച്ച് നേരം അടച്ചു വെക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പുമാവിന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് അപ്പടി തന്നെ ഇളക്കി കൊണ്ട് ഇരിക്കണം. ഇനി ഒരു 5 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് ഇവിടെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കണമെന്നുള്ളവരാണെങ്കിൽ മാത്രം കയ്യിൽ നമ്മളിങ്ങനെ എടുത്തിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും. ഇപ്പോൾ നോക്കിയതാ നമുക്ക് ഇങ്ങനെ എടുത്താൽ തന്നെ നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അത് വളരെ നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ രാത്രിയിൽ നമ്മൾ ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട, അരിഞ്ഞു വെച്ചില്ല ഒന്നും വേണ്ട. അപ്പോൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വിടാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.